ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ബൈക്കിൻ്റെ എഞ്ചിൻ ഓയിൽ വീട്ടിൽ വെച്ച് ചേഞ്ച് ചെയ്യുകയാണ്. നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കാസ്ട്രോളിൻ്റെ ഒരു എഞ്ചിൻ ഓയിലാണ് വാങ്ങിയത്, 1 ലിറ്ററിൻ്റെ. അതിൻ്റെ കൂടെ ഒരു എഞ്ചിൻ ക്ലീനിങ് ഷാമ്പുവും കൂടെ കിട്ടിയിട്ടുണ്ട്. കാസ്ട്രോളിൻ്റെ പവർ വൺ അൾട്ടിമേറ്റ് എന്ന എഞ്ചിൻ ഓയിലാണ്, 1 ലിറ്ററിൻ്റെ. 10W40 ആണ് എഞ്ചിൻ ഓയിൽ. ഫുള്ളി സിന്തറ്റിക് എഞ്ചിൻ ഓയിലാണ്. ഫുള്ളി സിന്തറ്റിക് ആകുമ്പോൾ നമുക്ക് കൂടുതൽ കിലോമീറ്റർ ഓടാൻ പറ്റും. സാധാ എഞ്ചിൻ ഓയിലിനെ അപേക്ഷിച്ച് കുറേ കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്താൽ മതി. ഇത് എൻജിൻ ക്ലീൻ ചെയ്യാനുള്ള ഷാമ്പു ആണ്. നമ്മൾ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് എൻജിൻ്റെ അടിയിലായിട്ട് ഒരു ബോൾട്ട് ഉണ്ട്. അത് അഴിച്ചതിന് ശേഷം അതിലുള്ള കരി പിടിച്ച എൻജിൻ ഓയിലൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞതിന് ശേഷം അടിയിലൊരു പാട്ട വെച്ചിട്ട് അതൊക്കെ കരി ഓയിലൊക്കെ ഒഴിവാക്കി അതിന് ശേഷം ഇത് എൻജിൻ ഓയിൽ ഫിൽറ്ററിൻ്റെ ബോക്സാണ്. അത് 3 നട്ട് അഴിച്ചിട്ട് അത് അഴിച്ചെടുത്തു. എൻജിൻ ഓയിൽ ഫിൽറ്ററിൻ്റെ ബോക്സാണ്. എൻജിൻ ഓയിൽ ഫിൽറ്റർ മാറ്റണം. ഓരോ പ്രാവശ്യം എൻജിൻ ഓയിൽ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഫിൽറ്റർ മാറ്റണം. എൻജിൻ ഓയിൽ ഫിൽറ്റർ മാറ്റി ഒരു പുതിയ ഫിൽറ്റർ വാങ്ങിയിടണം. പുതിയ ഓയിൽ ഫിൽറ്റർ വെച്ച ശേഷം നമ്മൾ ബോക്സ് അടച്ചു. അതിനുശേഷം നമ്മൾ എൻജിൻ്റെ അടിയിൽ നമ്മൾ നേരത്തെ അയച്ച കരിയോയിൽ ഒഴിവാക്കിയ സ്ക്രൂ ഇടുകയാണ്. ഇട്ട് ടൈറ്റ് ചെയ്യുകയാണ്. ടൈറ്റ് ചെയ്ത ശേഷം വേണം നമ്മൾ പുതിയ എൻജിൻ ഓയിൽ എൻജിനിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ പുതിയ എൻജിൻ ഓയിലൊക്കെ താഴെ കൂടെ നിലത്ത് പോകും. അപ്പോൾ നമ്മൾ അടിയിലത്തെ എൻജിൻ്റെ അടിയിലുള്ള ബോൾട്ട് സ്ക്രൂ ഇട്ടു. ടൈറ്റ് ശേഷം നമ്മൾ കാസ്ട്രോളിൻ്റെ എൻജിൻ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഫുള്ളി സിന്തറ്റിക് എൻജിൻ ഓയിലാണ്. അപ്പോൾ ഫുള്ളി സിന്തറ്റിക് ആകുമ്പോൾ നല്ല സ്മൂത്തായിട്ട് വണ്ടി ഓടും. നല്ല എൻജിൻ ഓയിലാണ്. പിന്നെ കുറച്ച് കൂടുതൽ കാലം നമ്മൾക്ക് ഓടിക്കാൻ പറ്റും. കൂടുതൽ കാലം ഓടിച്ച ശേഷം കിലോമീറ്റർ ഓടിച്ച ശേഷം നമ്മൾ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്താൽ മതി. മറ്റേ എൻജിൻ ഓയിലുകളെ അപേക്ഷിച്ച് മൈലേജ് കൂടുതൽ കിട്ടും ഫുള്ളി സിന്തറ്റിക് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ച് നോക്കുകയാണ്. കാസ്ട്രോളിൻ്റെ പവർ വൺ അൾട്ടിമേറ്റ് 10W40 എൻജിൻ ഓയിലാണ്. അപ്പാച്ചി RTR 180 നമ്മളിത് യൂസ് ചെയ്യുന്നത്. നല്ല സ്മൂത്ത് റണ്ണിങ് ആയിരിക്കും ഈ എൻജിൻ ഓയിൽ ഉപയോഗിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് 1 ലിറ്റർ എൻജിൻ ഓയിലാണ്. നമ്മൾ 1 ലിറ്റർ എൻജിൻ ഓയിൽ കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ്. നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിക്കാൻ പോവാണ്. RTR 180 നമ്മൾ സെമി സിന്തറ്റിക്കോ അല്ലെങ്കിൽ ഫുള്ളി സിന്തറ്റിക്കോ നമുക്ക് ഒഴിക്കാവുന്നതാണ്. അല്ലാതെ സിന്തറ്റിക് അല്ലാത്ത എൻജിൻ ഓയിൽ ഒഴിച്ചാൽ വർക്കിംഗ് അത്ര സ്മൂത്ത് ആയിരിക്കില്ല. വൈബ്രേഷനും കാര്യങ്ങളും കൂടും. ഇതാകുമ്പോൾ വൈബ്രേഷനും കാര്യങ്ങളും വളരെ കുറയും. കാരണം ഫുള്ളി സിന്തറ്റിക് ആണ്. സെമി സിന്തറ്റിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സെമി സിന്തറ്റിക് ആകുമ്പോൾ ഫുള്ളി സിന്തറ്റിക്കിനെ അപേക്ഷിച്ച് ചിലപ്പോൾ അത്ര കിലോമീറ്റർ കിട്ടില്ല. അതിൻ്റെ മുന്നേ മാറ്റേണ്ട എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതിയ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.